എല്ലാവരും പറയും ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പറഞ്ഞതാണേ, സോറി, തുടങ്ങാൻ മറന്നുപോയി. പിന്നെ എല്ലാവരും പറയും എന്താണ് നെഗറ്റീവ് വീഡിയോസ് ആണല്ലോ ഇതെന്നുള്ള എല്ലാവരുടെയും മനസ്സിൽ പറഞ്ഞിട്ടില്ല. മനസ്സിൽ കാണും. പറയണമെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണമല്ലോ, പറഞ്ഞിട്ടില്ലാരും. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷെ അത് ഓരോരുത്തർക്ക് തരുന്ന നെഗറ്റിവിറ്റീസാണ് നമുക്കത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് പറയുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാൻ പറ്റുമോ സന്തോഷം താ, അപ്പോൾ സന്തോഷത്തിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടട്ടെ. സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ മോൻ ഇപ്പോൾ താണ്ടെ ഒരു കളിപ്പാട്ടം, ഭയങ്കര സൗണ്ടുള്ളൊരു കളിപ്പാട്ടമാണ് ഒരു വണ്ടി, അതിൽ കയറിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുകയാണ്, കൈ വെച്ച് ആംഗ്യം കാണിച്ചാൽ അതൊക്കെ മനസ്സിലാവും. എൻ്റെ ജോലിയുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും ആണ്, അല്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ചെയ്യത്തില്ല. അത് കുഞ്ഞല്ലേ, ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ സന്തോഷത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ഞാനിനി പ്രാർത്ഥിക്കും. സന്തോഷത്തിൻ്റെ വീഡിയോ ഞാൻ തന്നെ ആക്കണം, അവരാക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. നമ്മൾ ആ നെഗറ്റീവ്സിൽ നിന്ന് മാറുക. നമ്മൾ നെഗറ്റീവ്സിൽ നിന്ന് മാറുമ്പോൾ അവർ കരുതും പേടിച്ചോടിയില്ല. അങ്ങനെയല്ല, നമുക്ക് ആ നെഗറ്റീവ്സ് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഏരിയ മൊത്തത്തിൽ എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നെഗറ്റീവ്സിൽ നിന്ന് മാറിപ്പോവുക. ശരി, താങ്ക് യു, ബായ്. കാരണം കുട്ടി ബഹളം ഉണ്ടാക്കാൻ പോകുന്നു, അതിനുമുമ്പ് ഞാൻ ആ വീഡിയോ നിർത്തുന്നു. താങ്ക് യു, ബായ്. അടുത്ത സന്തോഷത്തിൻ്റെ വീഡിയോ വരാനായിട്ട് പ്രാർത്ഥിക്കാം.